മോഡേൺ ബ്ലേഡ് കമ്പനി പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ക ബ്ലേഡാണ് അവിടെ വരുന്നത്. അവിടെ ടീം ഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് കുറേ വർക്ക് സ്പേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ 100% ഞാൻ ഒരിക്കലും ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ ബ്ലെയിം ചെയ്യുന്നില്ല. കാരണം ഇവരുടെ ഒരു മാർക്കറ്റിങ്ങിലും ഒരു പ്രോബ്ലംസ് ഉണ്ട്. ബട്ട് നമുക്കതിനെ തെറ്റ് പറയാൻ പറ്റത്തില്ല. അവിടെ പോയാൽ ജോലി കിട്ടില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ 100% വർക്ക് ചെയ്യാൻ തയ്യാറാണ് നിങ്ങളുടെ അക്കൗണ്ട്. പിന്നെ കുറേ പേരുണ്ട്, ഞാൻ ഇത്ര രൂപ കൊടുത്തു, ഇനി എനിക്ക് ജോബ് വാങ്ങിയതല്ല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിൽ പോകുന്നവരുണ്ട്. ഞാൻ ഇത്ര പൈസ കൊടുത്തിട്ടുണ്ട്, ഫുൾ കമ്മിറ്റ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കാം. പിന്നെ കുറേ പേര് പറയാറുണ്ട് ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ട്രൈ ഹാക്കിനെയാണ് ചെയ്യിപ്പിക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട്സിനാണെങ്കിലും ഇപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ദ റിയാലിറ്റി ഓഫ് ദീസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നതാണ്. രണ്ട് സൈഡും ഇവാലുവേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം പറയാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ എന്നെ പറ്റി പറയാം. ഞാനൊരു സെൽഫ് തോട്ടായിട്ടുള്ള ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറാണ്. 4.5 ഇയേഴ്സോളമായി ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ആൻഡ് ഒരു 5 ഇയേഴ്സായിട്ട് നമ്മൾ ഈ ടെക് ഫീൽഡിലൊക്കെ ഉണ്ട്. നമ്മുടെ ചാനൽ അറിയുന്നവരുണ്ടെങ്കിൽ അറിയാം, നമ്മൾ 5 ഇയേഴ്സായിട്ട് സൈബർ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് ഇതിൻ്റെ ടെലിഗ്രാമും വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു കേസിലോട്ട് നോക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ജോബിലോട്ട് ലാൻഡ് ചെയ്തത് ഒരു കോഴ്സോ അല്ലെങ്കിൽ ഏത് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഒന്നും പോയിട്ടല്ല. ഞാൻ 0 കോസ്റ്റിലാണ് ഈ ഒരു ജോബിലോട്ട് കയറിയത്. അതും 10,000-20,000 സാലറിക്ക് ഒന്നല്ല, ഞാനൊരു ഹൈ പാക്കേജിൽ തന്നെയാണ് ജോബിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് എന്ത് യോഗ്യത ഉണ്ടെന്ന് ചോദിക്കുന്നവരോട് ഇത് തന്നെയാണ് എൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ സെൽഫ് സ്റ്റഡിയെ പറ്റി എപ്പോഴും വീഡിയോസ് ചെയ്യാറുണ്ട്. ആ ഒരു സമയത്ത് ആളുകൾ ചോദിക്കുന്നില്ലെങ്കിൽ പോലും ഉള്ളിലുണ്ടാകും അതിന് നീ ഏതാ എന്നുള്ളത് ഉണ്ടാകും. അതിനുള്ളൊരു ഉത്തരമാണ്. ഞാൻ എൻ്റെ ലൈഫ് വെച്ച് പ്രൂവ് ചെയ്തൊരു സംഭവമാണ് നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ഒരു മൈക്കും ക്യാമറയും വെച്ച് ഇവിടെ നിന്ന് കൊണടിക്കുകയല്ല ചെയ്യുന്നത്. നേരെ വീഡിയോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പോകണ്ട എന്നൊക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോകണ്ട എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഇതെല്ലാം ഒരു മോഡേൺ ബ്ലേഡ് കമ്പനി പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് മാത്രമായിട്ടല്ല, കോമൺ ആയിട്ടാണ് പറയുന്നത്. ഇനി ടാർഗറ്റഡ് അറ്റാക്ക് എന്നൊന്നും പറഞ്ഞാൽ ആരും വരേണ്ട. കാരണം എൻ്റെ കേസിൽ നോക്കുന്ന സമയത്ത് ഞാൻ 1 രൂപ പോലും ചിലവാക്കാതെയാണ് ഒരു ഹൈ പാക്കേജിൽ കയറിയിട്ടുള്ളത്. ഇനി ഞാൻ ലക്കിന് കയറിയെന്നൊന്നും ആരും തോന്നണ്ട. എൻ്റെ പോലെ തന്നെ കയറിയ കുറേ ഫ്രണ്ട്സ് എനിക്കറിയാം, മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ കുറേ പേരറിയാം. ആ ഒരു സമയത്ത് ഇവിടെ വാങ്ങുന്നത് 1.5 ലക്ഷത്തിൻ്റെ മേലെയും അല്ലെങ്കിൽ 2.5 ലക്ഷവും, പിന്നെ അതൊക്കെ അപ്പ് ഫ്രണ്ട് ആയിട്ട് കൊടുക്കുന്ന സമയത്താണ്. അപ്പ് ഫ്രണ്ട് കൊടുക്കാൻ പൈസ ഇല്ലാത്തവരാണെങ്കിൽ പക്ക ബ്ലേഡാണ് അവിടെ വരുന്നത്. അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 5-5.5-6 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെയാണ് ഈ ഒരു ഫീ വരുന്നത്. ഞാനിവിടെ 1 രൂപ പോലും ചിലവാക്കാത്ത സംഭവം ഇവിടെ 6 ലക്ഷം ഇത്രയൊക്കെയാണ് വാങ്ങുന്നത്. അത് അവരുടെ ബിസിനസ്സാണ്, അവരുടെ സർവീസ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിന് എത്ര പൈസ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരാണ് തീരുമാനിക്കുക. ഞാൻ അതിനൊന്നും എതിരെ പറയുന്നില്ല. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വർത്ത്? അവരാകെ പ്രൊവൈഡ് ചെയ്ത് തരുന്നത് നിങ്ങൾക്കൊരു എൻവിറോൺമെൻറ്റാണ് സെറ്റ് ചെയ്ത് തരുന്നത്. ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും 1.5-2.5-6 ലക്ഷമൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു സംഭവം 0 കോസ്റ്റിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാൻ പറ്റും. എനിക്കറിയാം ചിലവർക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ആളുകളാണെങ്കിൽ നിങ്ങളൊരു ടീം ഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് കുറേ വർക്ക് സ്പേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത്. വർക്ക് സ്പേസ് എടുത്ത് അവിടെ പഠിക്കാവുന്നതാണ്. ഈ വർക്ക് സ്പേസ് എടുത്ത് പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ആളുകളെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിലൊക്കെ കയറി. അപ്പോൾ നമ്മുടെ ഹാഷ്ഫെയിൽസിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ നല്ല നല്ല കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ടിൻഡർ ഹബ്ബ് പോലത്തെ കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കമ്മ്യൂണിറ്റീസൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക, മേ ബി ചിലർക്ക് യൂസ്ഫുൾ ആകാം. ഇങ്ങനത്തെ കമ്മ്യൂണിറ്റികളിലൊക്കെ നിങ്ങൾക്ക് ചേർന്ന് നിങ്ങളുടെ അതേ വൈബുള്ള പിള്ളേരെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് വർക്ക് സ്പേസ് ഒക്കെ എടുത്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ പറയുന്നതാണ് ഓരോരുത്തരും പല പല സ്ഥലത്തായിരിക്കില്ലേ എന്ന്. ഇപ്പോൾ നിങ്ങൾ ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോട്ടൊക്കെ പോവുകയാണെങ്കിലും നിങ്ങളവിടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെ ആയിരിക്കും പഠിക്കുന്നത്. പിന്നെ 100% ഞാൻ ഒരിക്കലും ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ ബ്ലെയിം ചെയ്യുന്നില്ല. കാരണം ഒരു 60% ഒക്കെ അവരുടെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ബട്ട് ബാക്കി 40% ഈ സ്റ്റുഡൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് തന്നെയാണ്. കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്, അഡ്മിഷൻ കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് അന്വേഷിക്കണം. അവർ ആദ്യം തന്നെ പറയുന്നുണ്ട് ഇത് സെൽഫ് സ്റ്റഡിയാണ്, ഇവിടെ സ്പൂൺ ഫീഡിങ് ഇല്ല, അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള സ്കൂളിലൊക്കെ ഉള്ള പോലെ വായിലോട്ട് ഒഴിച്ചു തരുന്ന പരിപാടി ഇല്ലാന്ന് ആൾറെഡി പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ പോകുന്നത് എന്താണ്, ഒരു ഓവർ എക്സ്പെക്റ്റേഷനിലാണ് നിങ്ങൾ അവിടെ പോകുന്നത്. ഇവിടെ എനിക്കിപ്പോൾ ജോലിയില്ല, ബിടെക് കഴിഞ്ഞ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഇവിടെ പോയി കഴിഞ്ഞാൽ 6 മാസം അല്ലെങ്കിൽ 7 മാസം കഴിഞ്ഞാൽ നമുക്ക് നേരെ ജോബ് കിട്ടി,
സോ നിങ്ങളൊരു ഈസി വേ ആണ് പോയി നോക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ 6 മാസം കൊണ്ടാണ് സിമ്പിളാക്കി കിട്ടും എന്നുള്ളൊരു സംഭവത്തിലാണ് നിങ്ങൾ പോകുന്നത്. സോ അത് നിങ്ങളുടെ ഒരു മിസ്റ്റേക്കാണ്. പിന്നെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്ന സമയത്ത് അവരുടെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് റിയാലിറ്റിയുമായിട്ട് സാമ്യമുള്ള ഒരു മാർക്കറ്റിംഗ് അല്ല. ഏത് കൂലിപ്പണിക്കാരനും അല്ലെങ്കിൽ ഏത് ബസ് കണ്ടക്ടറിനും ആർക്ക് വേണമെങ്കിലും ഡെവലപ്പറാകാം എന്നുള്ളൊരു സംഭവത്തിലാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അത് കണ്ട് സ്റ്റുഡൻസും ആണെങ്കിലും പാരൻസ് ആണെങ്കിലും ബ്രെയിൻ വാഷ്ഡ് ആവുക എന്നുള്ളൊരു സംഭവമാണ്. സോ ഇവരുടെ ഒരു മാർക്കറ്റിങ്ങിലും ഒരു പ്രോബ്ലംസ് ഉണ്ട്. ബട്ട് നമുക്കതിനെ തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിനെ തെറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ലോകത്തുള്ള എല്ലാ ബിസിനസ്സിനെയും നമ്മൾ തെറ്റ് പറയണം. ഇപ്പോൾ ഫെയർ ലോലി നോക്കുകയാണെങ്കിൽ ഫെയർ ലോലി തേച്ചാൽ വെളുക്കുമെന്ന് പറയുന്നുണ്ട്. ബട്ട് എത്ര പേര് വെളുത്തിട്ടുണ്ട്? സോ എത്ര പേര് വെളുത്ത് പാറിയിട്ടുണ്ട്? സോ ആ ഒരു സംഭവമാണ്. ഇപ്പോൾ ചെറിയ ആളുകൾ ചെയ്യുമ്പോൾ ഓഹോ, അല്ലെങ്കിൽ വലിയ ആളുകൾ ചെയ്യുമ്പോൾ ആഹാ എന്നുള്ള ആ ഒരു സംഭവം പോലെ തോന്നും നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ തലയിൽ ബ്രെയിൻ ഉണ്ട്, നിങ്ങൾക്ക് ചിന്തിക്കാം. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഇൻ്റർനെറ്റ് നോക്കി ഫ്രീ ആയിട്ട് പഠിക്കാം എന്നുള്ളത് പോലെ തന്നെ ഇൻ്റർനെറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും വിവരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. സോ 100% നമുക്ക് ഒരിക്കലും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കുറേ പേരുണ്ട്, ഞാൻ എത്ര രൂപ കൊടുത്തു ഇനി എനിക്ക് ജോബ് വാങ്ങിയതല്ല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിൽ പോകുന്നവരുണ്ട്. ഞാൻ ഇത്ര പൈസ കൊടുത്തിട്ടുണ്ട്, ഫുൾ കമ്മിറ്റ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് അങ്ങോട്ട് കൊടുക്കുകയാണ്. സോ അങ്ങനെ കുറേ ആളുകളുണ്ട്. പിന്നെ ചില ആളുകൾ കയറുന്നതെന്ന് വെച്ചാൽ അവർക്ക് ടൈപ്പുള്ള കമ്പനിയിൽ എങ്ങനെയെങ്കിലും ജോബ് സെറ്റാക്കി തരും എന്നുള്ള രീതിയിലൊക്കെ കയറുന്നവരുണ്ട്. സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്പനീസ് എപ്പോഴും നിങ്ങളുടെ സ്കില്ല് നോക്കിയിട്ടാണ് ഹയർ ചെയ്യുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ കുറേ പേര് പ്ലേസ്മെൻറ്റ്സിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, പ്ലേസ്മെൻറ്റ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് മോട്ടിവേറ്റ് ആയിട്ട് പോകുന്നവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, അവിടെ എത്ര സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്? 10,000 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടെങ്കിൽ 10-20 ആളുകൾക്ക് മാത്രമാണ് പ്ലേസ്മെൻറ്റ്സ് കിട്ടുന്നത്. പിന്നെ അവരുടെ പാക്കേജും കാര്യങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും വളരെയധികം കുറവാണ്. സോ ഇനിയിപ്പോൾ നല്ലതായിട്ട് വലിയ പാക്കേജിൽ കയറുന്നവരുണ്ട്. ഇനിയിപ്പോൾ പിന്നെ കൂടുതൽ വരുന്നത് പറഞ്ഞാൽ CTC ആണ് കാണിക്കുന്നത്. അതിൽ കുറേ കട്ടിങ്സും വേരിയബിൾ പേ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫിക്സഡ് സാലറി അല്ല ഒരിക്കലും അവർ ഇടുന്നത്. സോ ആ ഒരു സംഭവങ്ങൾ നിങ്ങൾ നോക്കേണ്ടതുണ്ട്. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒരു റിയാലിറ്റിയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഈ ഒരിക്കലും ഓവർ എക്സ്പെക്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകരുത്. സോ അവിടെ പോയാൽ ജോലി കിട്ടില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ 100% വർക്ക് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസയുണ്ട്, ഈ പൈസ ഒന്നും പോയാൽ പ്രശ്നമില്ല, നിങ്ങൾക്കൊരു എൻവിറോൺമെൻറ്റാണ് വേണ്ടത് എന്നുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോകാം, ഒരിക്കലും ഒരു പ്രശ്നമില്ല. സോ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഈസ് ദാറ്റ് വർത്ത് എന്നുള്ളൊരു സംഭവമാണ്. ഇത്രയും ലക്ഷങ്ങളൊക്കെ കൊടുത്ത് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. കാരണം കുറേ പൈസ ഇല്ലാത്തവർ വീടിൻ്റെ ആധാരമൊക്കെ പണയം വെച്ച് പോകുന്നവരെ എനിക്കറിയാം. സോ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. പിന്നെ ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുന്നവരെപ്പോഴും ഓവർ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോവുക എന്നാണ് പറയാനുള്ളത്. 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം കൊണ്ടൊന്നും പഠിച്ച് തീരേണ്ടതല്ല സൈബർ സെക്യൂരിറ്റി ആണെങ്കിലും ഡെവലപ്മെൻറ്റ് ആണെങ്കിലും. സോ ഇനിയിപ്പോൾ ഡെവലപ്മെൻറ്റ് കേസിൽ വരുന്ന സമയത്ത് നിങ്ങൾ എക്സ്ട്രീംലി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 6 മാസം കൊണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഞാൻ നിങ്ങളോട് പറയും, ഒരു 6 മാസത്തിന് ശേഷം ഒരു 1 ഇയറൊക്കെ ഒരു ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തതിന് ശേഷം ജോബിലോട്ട് കയറുക എന്നുള്ളത്. എങ്കിൽ നിങ്ങൾക്കൊരു ഹൈ പാക്കേജിൽ തന്നെ കയറാൻ പറ്റും. 6 മാസം കൊണ്ടും കയറാൻ പറ്റും. ബട്ട് അതൊക്കെ നിങ്ങളുടെ സ്കില്ലിനെ ബേസ് ചെയ്തിട്ടാണ്. എങ്കിൽ പോലും 1 ഇയറിന് ശേഷം കയറുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അതിനേക്കാൾ ഒരു ഹൈ പാക്കേജിലോട്ട് കയറാൻ പറ്റും. സോ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമ്പനിയിൽ ഹൈക്ക് കിട്ടുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ കമ്പനി മാറുന്ന സമയത്ത് ഹൈക്ക് കിട്ടുകയാണെങ്കിലും നിങ്ങളുടെ കറൻറ്റ് സാലറിയെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ നിങ്ങൾ ഹൈ സാലറി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വീണ്ടും ഹൈക്കും കാര്യങ്ങളൊക്കെ കിട്ടും. 6 മാസം കൊണ്ട് ഇതിനൊക്കെ കയറാൻ പറ്റും. സോ ഞാൻ മെജോറിറ്റി വെച്ചിട്ടാണ് പറയുന്നത്. സോ ഈ ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ നിങ്ങൾ വെക്കരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഒരു ടൈം ഫ്രെയിം വെക്കാതിരിക്കുക. നിങ്ങൾ മാക്സിമം നിങ്ങളെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. എപ്പോൾ സെറ്റ് ആവുന്ന ആ ഒരു സമയത്ത് ജോബിലോട്ട് കയറുക എന്നുള്ള ഇതിലോട്ട് പോവുക. ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഒരാൾ നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കായമ്പുണ്ടെങ്കിൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് ഫിക്സ് ചെയ്ത് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. എന്നാൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു സെയിം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെച്ച് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? സോ ഒരിക്കലുമില്ല. അതിന് ലൈവ് എക്സാമ്പിളായിട്ട് തന്നെ കുറേ ഉണ്ട്. സോ ഞാൻ അതിലോട്ട് പോകുന്നില്ല. സോ നമ്മൾ മുന്നിട്ട വീഡിയോസൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പേര് പറയാറുണ്ട് ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ, ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ട്രൈ ഹാക്മിയാണ് ചെയ്യിപ്പിക്കുന്നത്, ഹൈദ ലാബൊക്കെ ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പോർച്ചുഗലത്തെ ലാബ് ചെയ്യിപ്പിക്കുകയാണെന്ന്. സോ ഇങ്ങനെ തന്നെയാണ് ഇതൊക്കെ പഠിക്കുക. നിങ്ങളെന്താ വിചാരിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്സൊക്കെ പ്രൈവറ്റ് സ്കൂൾസിലൊക്കെ പഠിച്ച പോലെ ക്യാപ്സ്യൂൾ പോലെ PDF-ഉം അല്ലെങ്കിൽ നോട്ട്സൊക്കെ തരുമെന്നാണ് വിചാരിച്ച്. സോ ഇങ്ങനെ തന്നെയാണ് പഠിക്കുക. നിങ്ങൾക്ക് ഒരു ജോബിലോട്ട് പോകുന്നൊരു സംഭവമാണ് ചെയ്യിപ്പിക്കുന്നത്. സോ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ട്രൈ ഹാക്മി ഇതൊക്കെ കളിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുക.
സോ ഇതൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നാസൊക്കെ ഹാക്ക് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് പോകുന്നത്. കുറേ പേര് പറയാറുണ്ട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇൻസ്ട്രക്ടേഴ്സിന് സ്കില്ലില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ മേ ബി കൂടുതലും സ്കില്ലില്ലാത്തവർ തന്നെ ആയിരിക്കാം, സ്കില്ലുള്ളവരും ഉണ്ടാകാം. ബട്ട് ഒരു കാര്യം ഉറപ്പാണ്, ഇൻഡസ്ട്രി എക്സ്പേർട്സ് ഒന്നും അവിടെ ഉണ്ടാവില്ല. ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട്സിനാണെങ്കിലും ഇപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ സ്റ്റുഡൻസിൻ്റെ നിന്ന് വാങ്ങുന്ന പൈസ വലുതാണെങ്കിൽ പോലും ഇൻഡസ്ട്രി എക്സ്പേർട്സിന് അവർക്ക് അഫോർഡ് ചെയ്യില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് സെൽഫ് ലേണിൻ്റെ കേസിൽ വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. കാരണം ഇവിടെ യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഉഡമി അതിലൊക്കെ ആണെങ്കിൽ പോലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നവരൊക്കെ ആണെങ്കിലും കൂടുതൽ പേരും ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആയിരിക്കാം. അവരുടെ ഫ്രീ ടൈമിലൊക്കെ കണ്ടൻസ് ഇടുന്നവരാകാം. പിന്നെ റിട്ടയർഡ് ആയവരുണ്ടാവാറുണ്ട്. സോ ആ ഒരു സംഭവം കൂടി അവിടെ വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. സോ നമ്മുടെ കണ്ടൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുള്ളൂ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട് ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.